പണ്ട് പൂച്ചകളുടെ മനോഹരമായ ഒരു ഗ്രാമം. അവിടെ കഠിനാധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു. വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട് അവൻ നട്ടു നനച്ച് വളർത്തിയതായിരുന്നു അവൻ്റെ മാവിൻ തോട്ടം. ആ വിയർപ്പിൻ്റെ ഫലമെന്നോണം അവിടെ നിറയെ തേൻമധുരമുള്ള മാമ്പഴങ്ങളുണ്ടായി. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട മാമ്പഴങ്ങൾ ആരോ മോഷ്ടിക്കുന്നുണ്ടെന്ന് കർഷകൻ തിരിച്ചറിഞ്ഞു. രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട തൻ്റെ അധ്വാനം കള്ളൻ കൊണ്ടുപോകുന്നത് അവന് സഹിക്കാനായില്ല. കള്ളനെ കൈയോടെ പിടിക്കാൻ ഒരു രാത്രി അവൻ മാവിൻ ചുവട്ടിൽ ഒളിച്ചിരുന്നു. നേരം ഇരുട്ടിയപ്പോൾ അതാ വരുന്നു ഒരു നിഴൽ. അതൊരു ചെറിയ കിളിയായിരുന്നു. ആ കിളി ഒരു മാമ്പഴവും കൊത്തി പറന്നുപോയി. കർഷകൻ കണ്ടത് ഹൃദയ കുഞ്ഞുങ്ങൾക്കാണ് ആ അമ്മക്കിളി ആ മാമ്പഴം കൊത്തിക്കൊടുക്കുന്നത്. ആ കാഴ്ച കണ്ടതും കർഷകന്റെ ദേഷ്യം അലിഞ്ഞുപോയി. സ്വന്തം അമ്മയുടെ മുഖം അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. അമ്മയെന്ന വികാരം എല്ലാവർക്കും ഒന്നാണെന്ന് അവൻ മനസ്സിലായി. പെട്ടെന്നാണ് ആകാശം കറുത്തിരുണ്ട് വലിയൊരു പേമാരി വന്നത്. കാറ്റിൽ ആ ചെറിയ കൂട് തകരുമെന്നായി. കർഷകൻ ഒട്ടും മടിച്ചില്ല. അവൻ വേഗം മരത്തിൽ കയറി ആ കിളിക്കൂടും കുഞ്ഞുങ്ങളെയും എടുത്ത് തൻ്റെ സുരക്ഷിതമായ വീട്ടിലേക്ക് കൊണ്ടുപോയി സംരക്ഷിച്ചു. അവൻ അവർക്ക് വേണ്ടുവോളം മാമ്പഴവും നൽകി. നമ്മുടെ ഉള്ളിലെ നന്മയും സഹാനുഭൂതിയും ഉണർത്താൻ മറ്റുള്ളവരുടെ വേദനയൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. ക്ഷമയും കരുണയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി.